യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, അവൻ ഒരു മോഷ്ടാവാണ്, അവൻ നശിപ്പിക്കുന്നവനാണ്, അവൻ നുണയനാണ്. അതുകൊണ്ട് അവൻ്റെ സ്വഭാവമാണ് നശിപ്പിക്കുക എന്നുള്ളത്. ഈ നശിപ്പിക്കാൻ വന്ന പിശാചിനെ ദൈവത്തിന് നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം തിരുമനസ്സായതാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കും. അങ്ങനെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലെ മണ്ണെടുത്ത് മെനഞ്ഞെടുത്തിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് ദൈവം നിശ്വസിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ജീവൻ വസിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. അന്ന് ദൈവം സൃഷ്ടിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളവരില്ല, ഒരു മതത്തിൻ്റെ പേരുള്ളവരും ഇല്ല. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ദൈവത്തിന് ഇന്നും മനുഷ്യനെയാണ് സ്നേഹിക്കുക. ദൈവത്തിന് മതമില്ല, യേശുവിന് മതമില്ല. യേശു വന്നത് മനുഷ്യരെ രക്ഷിക്കുവാനാണ്. കാരണം ദൈവത്തിന് മനുഷ്യർ വിലപ്പെട്ടവരാണ്. ആ വിലപ്പെട്ട മനുഷ്യരെ ദൈവത്തിന് വിലപ്പെട്ട ഭൂമിയിലേക്ക് ആക്കുവാൻ കാരണം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നശീകരണത്തിൻ്റെ വ്യക്താവായ പിശാച് അത് നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി, അത് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയും ഈ പിശാചിനെ ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ മണ്ണിൽ നിന്നും ഒരു ശരീരമെടുത്ത് അവൻ്റെ ജീവൻ നിശ്വസിച്ചു കൊടുത്തത്. അതിലൂടെ ആ മനുഷ്യന് ദൈവത്തിൻ്റെ തന്നെ അധികാരം, ആ അധികാരം എന്തധികാരമാണ്? ഇല്ലായ്മയിലേക്ക് നോക്കി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാനുള്ള ശക്തി, ആ ദൈവത്തിൻ്റെ അതേ ശക്തിയാണ് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ ഒരു കഴിവ്, ദൈവത്തിൻ്റെ തന്നെ ആ ശക്തി, ദൈവത്തിൻ്റെ തന്നെ അധികാരം മനുഷ്യന് കൊടുക്കാൻ കാര്യം അതിലൂടെ മനുഷ്യൻ പെരുകി വർദ്ധിച്ച് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞ് ഇവിടെ അന്ധകാരം മാറുവാനായിരുന്നു. എന്നാൽ അവന് ആ ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് പോകണമെങ്കിൽ അവനെ ആര് സൃഷ്ടിച്ചുവോ, അവനെ ആര് ഈ ദൗത്യത്തിലേക്ക് വിളിച്ചുവോ, ആ ദൈവവുമായിട്ട് നിരന്തരമായിട്ട് അവൻ വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തിലായിരിക്കണം. നമ്മൾ ഏതെങ്കിലും വലിയ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ആ കമ്പനിയിലെ മാനേജറുമായിട്ട് നമ്മൾ വിധേയപ്പെട്ട് അനുസരണയോടുകൂടി അദ്ദേഹവുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ച് നിൽക്കേണ്ട ആവശ്യം പോലെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് തന്ന ദൗത്യം നിറവേറ്റണമെങ്കിൽ, ദൈവത്തിന് തന്നെ ശക്തിയും അധികാരവും നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പിന്നീട് കേൾക്കും ഞാൻ പറയാൻ പോകുന്നത്. ഈ തോട്ടത്തിൽ അന്ന് ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വൃക്ഷമാണ് ജീവന്റെ വൃക്ഷം. പിന്നെ ഒന്ന് പറയുന്നു നന്മ തിന്മകളെക്കുറിച്ച് വിവേചിച്ചറിയാവുന്ന വൃക്ഷം. ജീവന്റെ വൃക്ഷമാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന യേശു. ആ ദൈവത്തിൻ്റെ വചനമാകുന്ന യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലൂടെ നമ്മൾ നിരന്തരമായിട്ട് യേശുവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അധികാരവും നമ്മളിലൂടെ കാണപ്പെടുകയുള്ളൂ. അതിനാൽ തന്നെ അനാദി മുതലേ അന്നും ഇന്നും എന്നും നിത്യമായിട്ട് മനുഷ്യന് ദൈവവചനത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ, അവൻ്റെ അധികാരം പോകുന്നു, അവൻ്റെ ശക്തി പോകുന്നു, ദൈവത്തിൻ്റെ ജീവൻ പോകുന്നു, അവൻ ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടു പോകുന്നു. എപ്രകാരം സ്വർഗത്തിലിരുന്ന ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും എറിഞ്ഞു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി മാറിയോ, അപ്രകാരം ദൈവവചനമാകുന്ന ജീവന്റെ വൃക്ഷം തന്നെയായ യേശുക്രിസ്തുവിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് ആ മനുഷ്യന് അറിഞ്ഞുകൂടാത്ത വിധം അവൻ്റെ ആത്മീയ കണ്ണുകൾ അടഞ്ഞുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ഏത് വിധത്തിലാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ആത്മാർത്ഥമായ ദാഹത്തോടും സത്യമറിയുവാനുള്ള ആ വലിയ ആഗ്രഹത്തോടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നേരെ മറിച്ച് വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും അതിൻ്റെ എല്ലാം കാരണം ദൈവവചനം നമ്മളിൽ നിന്ന് എപ്പോൾ പോകുന്നുവോ നമ്മളിലേക്ക് അസത്യം കടന്നു വരുന്നു. കാരണം സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ 17:17 കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വചനമാണല്ലോ സത്യം. ആ വചനമാകുന്ന സത്യത്തിൽ നിന്നും മനുഷ്യൻ എപ്പോൾ വേർപെട്ടുവോ, റോമ 6:16 പറയുന്നു,
നമ്മൾ സാത്താൻ്റെ അടിമകളായി. ആ വചനം നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോൾ കാണാൻ സാധിക്കും. നിങ്ങൾ ആരുടെ വചനം അനുസരിക്കുന്നുവോ, നിങ്ങളോട് വചനം പറഞ്ഞു തന്നത് ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമയാകുന്നു. ആ പറുദീസായിൽ പിശാച് വന്ന് മനുഷ്യനോട് ഒരു വചനം പറഞ്ഞു. ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായിട്ടൊരു വചനം പറഞ്ഞു. അതായത് ദൈവം നിങ്ങളെ വിലക്കിയിരിക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് വിവേചിച്ചറിയാവുന്ന ആ വിഷത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. മനുഷ്യന് സ്വതന്ത്ര മനസ്സുണ്ട്. അവന് തീരുമാനിക്കാം ദൈവത്തെ വിശ്വസിക്കണോ പിശാചിനെ വിശ്വസിക്കണോ. അന്നത്തെ ആദ്യത്തെ മനുഷ്യൻ പിശാചിനെ വിശ്വസിച്ചു, പിശാച് പറഞ്ഞതനുസരിച്ചു. റോമ 6:16 പ്രകാരം അവൻ പിശാചിൻ്റെ അടിമയായി. ദൈവത്തിൽ നിന്നും അവൻ അകറ്റപ്പെട്ടു പോയി, ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, യേശുക്രിസ്തുവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു പോയി. അതിനാണ് ദൈവം മരണമെന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കുന്ന മരണം ശരീരത്തിൻ്റെ മരണമാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, അതായത് ജീവന്റെ വൃക്ഷം തന്നെയായ യേശുക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യന് ദൈവസന്നിധി നിൽക്കാൻ വേണ്ടി അവൻ്റെതായ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അവൻ്റെതായ മാർഗങ്ങൾ കണ്ടുപിടിച്ചതാണ് അത്തി ഇല കൊണ്ടുള്ള വസ്ത്രമെടുത്തത്. അത് മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇന്ന് നടത്തുന്ന വിവിധ തരത്തിലുള്ള പരിശ്രമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അത്തി ഇല കൊണ്ടുള്ള ആ ഉടുപ്പ്. അത് ഉടുത്തിട്ടും ദൈവം കടന്നു വന്നപ്പോൾ മനുഷ്യൻ ഭയന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഏതു മതത്തിലായാലും നമ്മുടെ മതത്തിലൂടെ നമുക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ നമ്മുടേതായ കഴിവിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നോക്കിയാൽ അതിൻ്റെ ഫലം എന്താണ്? മനുഷ്യൻ കൂടുതൽ ദൈവത്തിൽ നിന്നും ഓടിപ്പോവുകയാണ്. അവനും ദൈവവും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുന്നില്ല. അപ്പോൾ ആദ്യമേ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ വിശ്വസിച്ചു കൊടുത്തു. അങ്ങനെ ദൈവം അവന് കൊടുത്ത മൺപാത്രത്തിൽ ദൈവം വസിക്കുകയായിരുന്നു. ഈ കാരണത്തെ തന്നെ വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനിയോട് വചനം പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമല്ലേ. അപ്പോൾ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന് പറയുമ്പോൾ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ നിന്ന് നിർമ്മിച്ചതാണ് ഈ ശരീരം. എന്നാൽ ആ ശരീരത്തിൽ ആ ദൈവത്തിൻ്റെ ജീവൻ കാണപ്പെടണമെങ്കിൽ, ആ ജീവൻ നിലനിന്ന് പോകണമെങ്കിൽ ആ ആത്മാവ് ഭക്ഷിക്കണം. ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. യേശു മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിശാച് പ്രലോഭിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിന് ഉപവസിക്കുന്നു? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ പറയുക എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക. അതായത് ശരീരത്തിലുള്ള മനുഷ്യന് ഈ ഭൂമിയിലുള്ള അപ്പം ആവശ്യമാണ്. എന്നാൽ യഥാർത്ഥ മനുഷ്യൻ, ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ ആത്മീയ മനുഷ്യന് അവിടെ ജീവൻ കാണണമെങ്കിൽ, ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ള അധികാരവും ശക്തിയും കാണപ്പെടണമെങ്കിൽ അവൻ നിരന്തരമായി ഭക്ഷിക്കണം. ആ ആത്മാവിൻ്റെ ഭക്ഷണം യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. അപ്പം വചനം, ദൈവത്തിൻ്റെ വചനം ഒരു ഭക്ഷണമാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ഈ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഇന്ന് അനേകർക്ക് ലഭിക്കാതെ പോകുന്നത്. ഇനി നമ്മൾ വചനം വായിച്ചതുകൊണ്ടോ, വചനം പഠിച്ചതുകൊണ്ടോ, വചനം ധ്യാനിച്ചതുകൊണ്ടോ, വചനം പ്രസംഗിച്ചതുകൊണ്ടോ ഈ ആത്മാവ് വചനം ഭക്ഷിക്കുന്നില്ല. വചനം ഞാൻ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുന്ന വചനം, ഞാൻ പ്രസംഗിക്കുന്ന വചനം, ഞാൻ വായിക്കുന്ന വചനം ഞാൻ ജീവിച്ചിരിക്കണം, ഞാൻ അനുസരിച്ചിരിക്കണം. ഈ വചനം ഞാൻ അനുസരിക്കുമ്പോഴാണ് ഈ വചനം എന്നിൽ മാംസം ധരിക്കുക.